ഹലോ ഫ്രണ്ട്സ്, കാൻഡി ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾക്ക് ഓഡ് ഇമോജി കണ്ടുപിടിക്കാം. നിങ്ങൾ റെഡിയല്ലേ? 30 ചോദ്യങ്ങളാണുള്ളത്. ഓരോ ചോദ്യത്തിനും 10 സെക്കൻഡ്സ്. കറക്റ്റ് ആൻസർ കിട്ടിയാൽ 1 പോയിന്റ് ലഭിക്കും. ഒന്നാമത്തെ ചോദ്യം, ഇതിൽ ഓഡ് വൺ അഥവാ കൂട്ടത്തിൽ കൂടാത്തത് ഏതാണെന്ന് പറയാമോ? കറക്റ്റ് ആൻസർ ടൊമാറ്റോ. കാരണം അതൊരു വെജിറ്റബിൾ ആണ്, ബാക്കിയെല്ലാം ഫ്രൂട്ട്സ് ആണ്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. രണ്ടാമത്തെ ചോദ്യം, ഇതിൽ ഒരു ഇമോജി ഓഡ് ആണ്, അത് ഏതാണെന്ന് കണ്ടുപിടിക്കാമോ? കറക്റ്റ് ആൻസർ ആ ബർഗർ ആണ്. മൂന്നാമത്തെ ചോദ്യം, ഇതിലേതാണ് ഓഡ് വൺ? കറക്റ്റ് ആൻസർ സാലഡ് ബൗൾ. അത് ഒരു ഹെൽത്തി ഫുഡ് ആണ്, ബാക്കിയെല്ലാം ജങ്ക് ഫുഡ് ആണ്. നാലാമത്തെ ചോദ്യം, ഇതിലെ ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? അതെ, ആ യെല്ലോ ക്ലോക്ക് ആണ് ഓഡ് വൺ. അഞ്ചാമത്തെ ചോദ്യം, ഇതിലേതാണ് ഓഡ് വൺ? കറക്റ്റ് ആൻസർ ഹെലികോപ്റ്റർ. അത് എയറിലാണ് ഫ്ലൈ ചെയ്യുന്നത്, ബാക്കിയെല്ലാം റോഡിലാണ്. ആറാമത്തെ ചോദ്യം, ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? കറക്റ്റ് പെങ്കിനെ നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ അല്ലേ? ഏഴാമത്തെ ചോദ്യം, ഇതിലേതാണ് ഓഡ് വൺ? കറക്റ്റ് ആൻസർ ആ മെഡൽ ആണ്, അതൊരു റിവാർഡ് ആണ്, ബാക്കിയെല്ലാം ബോൾ ആണ്. എട്ടാമത്തെ ചോദ്യം, ഇതിലേതാണ് ഓഡ് ഇമോജി? അതെ, കറക്റ്റ് ആൻസർ. ഒമ്പതാമത്തെ ചോദ്യം, ഇതിലേതാണ് ഓഡ് ഇമോജി എന്ന് പറയാമോ? നിങ്ങൾ കണ്ടുപിടിച്ചത് കറക്റ്റ് ആയിരുന്നോ? പത്താമത്തെ ചോദ്യം, ഇതിലെ ആരാണ് ഓഡ് വൺ? കറക്റ്റ് ആൻസർ ഫ്രോഗ് ആണ്, അതൊരു ആംഫിബിയൻ ആണ്. 11ാമത്തെ ചോദ്യം, ഇതിൽ ഓഡ് ഇമോജി ഏതാണ്? നിങ്ങൾ കറക്റ്റ് ആൻസർ കണ്ടുപിടിച്ചല്ലോ അല്ലേ? 12ാമത്തെ ചോദ്യം, ഇതിൽ ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? റൈറ്റ് ആൻസർ ബുക്ക് ആണ്. അത് പേപ്പർ വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, മറ്റെല്ലാം ഇലക്ട്രോണിക്സ് ആണ്. 13ാമത്തെ ചോദ്യം, ഇതിലേതാണ് ഓഡ് വൺ? അതെ, കറക്റ്റ് ആൻസർ എയ്റോപ്ലെയിൻ ആണ്. അത് എർത്തിനുള്ളിലാണ്, മറ്റെല്ലാം ഔട്ടർ സ്പേസിലാണ്. 14ാമത്തെ ചോദ്യം, ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? വൗ, നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ കിട്ടിയല്ലേ?
15-ാമത്തെ ചോദ്യം. ഇതിലാരാണ് ഓഡ് വൺ? യെസ്, റൈറ്റ് ആൻസർ ക്രോക്കഡൈൽ ആണ്. അതൊരു ഫ്രഷ് വാട്ടർ റെപ്റ്റൈൽ ആണ്. 16-ാമത്തെ ചോദ്യം. ഇതിലേതാണ് ഓഡ് വൺ? റൈറ്റ് ആൻസർ ഹെഡ്ഫോൺസ്. അത് നമ്മൾ മ്യൂസിക് കേൾക്കാനാണ് ഉപയോഗിക്കുന്നത്, മറ്റെല്ലാം മ്യൂസിക് പ്ലേ ചെയ്യാനും. 17-ാമത്തെ ചോദ്യം. ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? കളർ ഡിഫറൻസ് ഉള്ള ഇമോജി തന്നെ കണ്ടുപിടിച്ചല്ലോ അല്ലേ? 18-ാമത്തെ ചോദ്യം. ഇതിലാരാണ് ഓഡ് വൺ? അതെ, ഇതിൽ ഓഡ് വൺ ഒരു സോൾട്ടി സ്നാക്ക് ആണ്, ബാക്കിയെല്ലാം സ്വീറ്റ് ആണ്. 19-ാമത്തെ ചോദ്യം. ഓഡ് ഇമോജി ഏതാണ്? ആ അൺലോക്ക് ഇമോജി നിങ്ങൾ കണ്ടുപിടിച്ചല്ലോ അല്ലേ? 20-ാമത്തെ ചോദ്യം. ഇതിലാരാണ് ഓഡ് വൺ? റൈറ്റ് ആൻസർ സ്യൂട്ട് കേസ്. അത് നമ്മൾ വസ്ത്രങ്ങൾ കൊണ്ടുപോകാനാണ് ഉപയോഗിക്കുന്നത്. 21-ാമത്തെ ചോദ്യം. ഓഡ് ഇമോജി ഏതാണിതിൽ? സൂപ്പർ, നിങ്ങൾ ഓഡ് ഇമോജി കണ്ടുപിടിച്ചല്ലേ? 22-ാമത്തെ ചോദ്യം. ഇതിലാരാണ് ഓഡ് വൺ എന്ന് പറയാമോ? റൈറ്റ് ആൻസർ പെൻഗ്വിൻ. കാരണം പെൻഗ്വിന് പറക്കാൻ കഴിയില്ല. 23-ാമത്തെ ചോദ്യം. ഇതിലേതാണ് ഓഡ് വൺ? റൈറ്റ് ആൻസർ സ്പൂൺ. ബാക്കിയെല്ലാം ഓഫീസ് ഐറ്റംസ് ആണ്. ഇത് കിച്ചണിലാണ് യൂസ് ചെയ്യുന്നത്. 24-ാമത്തെ ചോദ്യം. ഓഡ് ഇമോജി ഏതാണ്? ശരികൾക്കുള്ളിലെ ആ തെറ്റ് നിങ്ങൾ കണ്ടുപിടിച്ചല്ലേ? 25-ാമത്തെ ചോദ്യം. ഇതിലേതാണ് ഓഡ് വൺ? റൈറ്റ് ആൻസർ ഐസ്. ബാക്കിയെല്ലാം വളരെ ചൂടുള്ളവയാണ്. 26-ാമത്തെ ചോദ്യം. ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? നിങ്ങൾ ഇത് കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. 27-ാമത്തെ ചോദ്യം. ഇതിലെ ഓഡ് ഡോണറ്റ് കണ്ടുപിടിക്കാമോ? റൈറ്റ് ആൻസർ കണ്ടുപിടിച്ചല്ലേ? 28-ാമത്തെ ചോദ്യം. ഇതിലാരാണ് ഓഡ് വൺ? റൈറ്റ് ആൻസർ ആ യെല്ലോ ലെമൺ ആണ്. മറ്റെല്ലാം റെഡ് കളറിലാണുള്ളത്. 29-ാമത്തെ ചോദ്യം. ഇതിൽ ഓഡ് ഇമോജി കണ്ടുപിടിക്കാമോ? സ്വർണ്ണ താക്കോലുകൾക്കിടയിലെ ആ വെള്ളി താക്കോൽ നിങ്ങൾ കണ്ടുപിടിച്ചോ?
30ാമത്തെ ചോദ്യം, ഇതിലാരാണ് ഓഡ് വൺ? നിങ്ങൾക്ക് റൈറ്റ് ആൻസർ കിട്ടിയല്ലോ അല്ലേ? ഈ ക്വിസ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നിങ്ങൾക്ക് കിട്ടിയ പോയിന്റ്സ് കമന്റ് ചെയ്യാൻ പ്രത്യേകം ഓർക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്. നാളെ മറ്റൊരു ക്വിസുമായി കാണാം. ബൈ ബൈ.